everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊന്ന് സ്ട്രെങ്തൻ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ഇന്റിമസി അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഏറ്റവും പെർഫെക്റ്റ് വേ എന്താണ്? തീർച്ചയായും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നതിലുപരി അവരുമായി സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കാരണം ഓരോ വ്യക്തിയും അവരുപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിച്ച ചില വാക്കുകൾ കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ അവരെ ഓർക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരാളോട് അടുപ്പം തോന്നുന്നത്, ഒരാളോട് അകൽച്ച തോന്നാനൊക്കെ കാരണമാകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കാരണമാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ വേർഡ്സ് എന്നുള്ളത് നോക്കാം. വേർഡ്സ് നോക്കുന്നതിന് മുൻപ് ഇനി പറയാൻ പോകുന്ന വേർഡ്സുകൾ ഡിസേർവ്ഡ് അല്ലാത്ത ഒരാളോടാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും കെയർ ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങളോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയോടൊക്കെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് വിപരീതമായിരിക്കും, റിസൾട്ട് വിപരീതമായിരിക്കും. കാരണം അവര് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗുഡ് അല്ലെങ്കിൽ ഐ എം ഓക്കെ എന്ന രീതിയിൽ നിങ്ങൾ റീപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കളിയാക്കുകയാണോ എന്ന് തോന്നും, അല്ലെങ്കിൽ അത് ആ ഒരു അപ്രീസിയേഷൻ അവർക്ക് കൊടുക്കേണ്ടതിന്റെ ആവശ്യമില്ല, കാരണം അവരതിന് ഡിസേർവ്ഡ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വാക്കുകൾ എപ്പോഴും കൊടുക്കേണ്ടത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യക്തിക്കായിരിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ എന്തൊക്കെയാണ് വേർഡ്സ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വേർഡ്, താങ്ക് യു ഫോർ ടേക്കിംഗ് സച്ച് ഗുഡ് കെയർ ഓഫ് മീ. നിങ്ങളെ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ, ഇപ്പോൾ നിങ്ങൾ ഫിസിക്കലി സിക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് മെഡിസിൻ എടുത്തു തന്നുകൊണ്ടോ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ വരികയോ അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയോ, ഇങ്ങനെ ഇത്തരത്തിൽ നിങ്ങളെ കെയർ ചെയ്യുന്നു എന്ന് തോന്നിയ എന്ത് സിറ്റുവേഷനും ആയിക്കൊള്ളട്ടെ, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എനിവേസ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് തോന്നുകയാണ് ആ വ്യക്തി നിങ്ങളെ കെയർ ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സംഭവം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ എന്നെ വളരെയധികം കെയർ ചെയ്തു, അതിന് നന്ദി, ഇത്തരത്തിൽ നിങ്ങൾക്ക് മലയാളത്തിലും പറയാം. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കെയർ ചെയ്തു അല്ലെങ്കിൽ ഒരു കെയറിങ് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാവുന്നതാണ്. സോ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവർ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിൽ കെയർ ചെയ്യുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കെയറിങ്ങിന് നിങ്ങൾക്ക് താങ്ക് യു പ്രകടമാക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമതായി കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വേർഡും ഇത് തന്നെയാണ്, താങ്ക് യു ഫോർ ടേക്കിംഗ് സച്ച് ഗുഡ് കെയർ ഓഫ് മീ എന്നുള്ളത്. രണ്ടാമതായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വേർഡാണ് യു മേക്ക് മീ ഫീൽ സോ സേഫ്. നമ്മുടെ ലൈഫിൽ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? അതായത് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അതൊക്കെ സെക്യൂർ ആണ് എന്ന് നമ്മൾ അറിയുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പീസ്ഫുൾനെസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ ഒരു സമാധാനം ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ നിങ്ങളെ ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഫിനാൻഷ്യലിയോ ഇമോഷണലിയോ ഒക്കെ ഹെൽപ്പ് ചെയ്ത ആ ഒരു വ്യക്തിയായിരിക്കും ഓപ്പോസിറ്റ് ഉണ്ടായിരിക്കുക. ഒരു പക്ഷേ ബിസിനസ് തുടങ്ങാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തായിരിക്കാം. അത് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എനർജി കൊണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ അങ്ങനെ പല രീതിയിൽ ഒരാൾക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിവേസ്, ഇങ്ങനെ നിങ്ങൾക്കൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വളരെയധികം ഒരു ഹെൽപ്പായി തോന്നി അവരുടെ പ്രസൻസോ അവരുടെ വാക്കുകളോ അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്പായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വേർഡ് യൂസ് ചെയ്യാം. അതായത് അവരുടെ ഇടപെടൽ വളരെയധികം സേഫ്റ്റി എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഞാൻ വളരെ സെക്യൂർ ആയിരുന്നു, ആ ഒരു സമയത്ത് എനിക്ക് വളരെ സെക്യൂരിറ്റി ഫീൽ ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. മൂന്നാമത്തെ വേർഡ്, ഐ ട്രസ്റ്റ് യു. എനിക്ക് നിന്നെ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അത്രയധികം വിശ്വാസമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു കാര്യം പറയാം. ആരോടാണ് പറയേണ്ടത്? തീർച്ചയായും നിങ്ങളെ വിശ്വസിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും.
എപ്പോഴാണ് പലപ്പോഴും നമ്മൾ അവര് പറയാതെ തന്നെ, ഒരു വ്യക്തി എന്നെ വിശ്വസിക്കണമെന്ന് നമ്മളോട് ഡയറക്റ്റ് പറയാതെ തന്നെ നമ്മൾ എപ്പോഴാണ് അവരെ വിശ്വസിക്കുക? നമ്മളോടൊരു കാര്യം പറഞ്ഞു, അത് അവരതുപോലെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരൊരു പ്രോമിസ് നൽകി അത് അവർ കീപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ? സോ ഇത്തരത്തിൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ വളരെയധികം അലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വളരെ ഓപ്പൺ ആയിട്ട് ഒരു അപ്രീസിയേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ പറഞ്ഞതാണ്. ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ അടുപ്പം ഇൻക്രീസ് ചെയ്യുന്നതിനെ സഹായിക്കുന്ന വാക്കുകളാണ്. നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു പവർഫുൾ വേർഡാണ് ദാറ്റ് വാസ് എ ഗുഡ് ഐഡിയ, അല്ലെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് ഐഡിയ എന്നൊക്കെ പറയാം. ഇത് സിറ്റുവേഷൻ ബേസ് ആണ് കേട്ടോ പറയേണ്ടത്. അതായത് അവരെന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്താലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു ഗ്രേറ്റ് ഐഡിയ ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ പഴയ കാലത്ത് അല്ലെങ്കിൽ മുൻപ് നടന്ന എന്തെങ്കിലും ഒക്കെ ഒരു കാര്യമാണ് നിങ്ങൾ എടുത്തു പറയാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഓ അന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയില്ലേ, ആ ഐഡിയ സൂപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ അന്ന് നമ്മൾ പോയില്ലേ ആ ഡേറ്റിംഗ്, അത് അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അന്ന് പോയില്ലേ ആ ഒരു മൂവി അടിപൊളിയായിരുന്നു, ആ ഒരു പ്ലാനിങ് അടിപൊളിയായിരുന്നു, ആ ഒരു ഡേ നല്ലതായിരുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. അത് ഒരു പക്ഷെ ഓപ്പൺ ആയിട്ട് അപ്രീസിയേഷൻ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ കറക്റ്റായിട്ട് അവർക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ആ റിലേഷൻഷിപ്പിലേക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടുകൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രസൻസിന് വാല്യൂ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള വേർഡുകൾ നമ്മൾ അവരോട് പറയുന്നത് വഴി ഇൻഡയറക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ അവർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എഫേർട്ട് എടുക്കുന്ന സമയത്ത് അത് മെൻഷൻ ചെയ്തുകൊണ്ട് അത് നല്ലതായിരുന്നു, ആ ഐഡിയ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ നല്ലതാണ് എന്നൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് പവർഫുൾ വേർഡാണ് ഐ ലവ് ദ വേ യു സോൾവ് ദ പ്രോബ്ലം, അല്ലെങ്കിൽ ഐ ലവ് ദ വേ യു സ്പീക്ക് ടു ദം. ഇങ്ങനെയൊക്കെ പറയാം. അതായത് നീ ആ പ്രോബ്ലം ചെയ്ത രീതി, അല്ലെങ്കിൽ ആ ഒരു വഴി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നീ അവരോട് സംസാരിച്ച രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നീന്റെ ഇടപെടൽ നല്ലതായിരുന്നു. ഇങ്ങനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. അതായത് അവർ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും, ആ കാര്യം ചെയ്ത രീതി അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് എന്നുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഈ ഒരു വേർഡിലൂടെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നുകൂടി ഹെൽത്തി ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേർഡാണ് ഐ ലവ് ദ വേ യു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെന്താണോ ചെയ്തത് അതിനെ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും വേർഡ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എപ്പോഴും നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് വേർഡാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മളോടുള്ള ഇഷ്ടം കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ കാരണമാവുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി ഹെൽത്തി ആക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു പക്ഷെ ഡയറക്റ്റ് അപ്രീസിയേഷൻ പറയാൻ മടിയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം എന്നറിയാതെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായും ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വേർഡുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.